പോകും നീ ലോകം വിട്ട് മോക്ഷപുരം നോക്കി ഞാൻ കാണും നീഹത്തിലോ നിത്യനഗരം ചേരും ഞാൻ അതിവേഗം പ്രിയനും വിശുദ്ധരും ദൂതന്മാരും വസിക്കും നിൻ സദസ്സിൽ ഭക്തന്മാരുടെ മരണം അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ മരണത്തെ സംബന്ധിച്ച് കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞത് നിദ്ര എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഉറക്കം എന്നാണ്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, ഉറക്കം എന്ന വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. 17-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യം വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവിൻ്റെ ദാസന്മാർ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി ഈ ലോകത്തിൽ അവസാനത്തോളം തങ്ങളുടെ ശുശ്രൂഷ ചെയ്ത് തികച്ച് ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുന്നതായ ഭക്തന്മാർ ഉണരുന്നതായ ഒരു സമയമുണ്ട്. അത് എപ്പോൾ ആയിരിക്കും എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അവർ ഉണരുമ്പോൾ അവൻ്റെ രൂപം കണ്ട് അവർ തൃപ്തരായി തീരും എന്നാണ്. നിത്യതയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒരു ശുശ്രൂഷകന്റെ ശുശ്രൂഷ ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഈ ലോകത്തിൽ ശുശ്രൂഷ എന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി കർത്താവ് കാണിച്ച മാതൃക അനുസരിച്ച് ലോകത്തിൽ തങ്ങൾക്കുള്ളതൊക്കെ വിട്ടും തങ്ങളുടെ ജീവനെയും പകച്ചുകൊണ്ട് അവൻ്റെ ക്രൂസ് എടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ശുശ്രൂഷകരിൽ എല്ലാവരും. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ കർത്താവിനെ അനുഗമിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്ത് അനേക ആത്മാക്കളെ നേടുകയും ദൈവത്തിന് സ്തോത്രം കർത്താവ് അവർക്കായി ഒരുക്കിയതായ ആ ശുശ്രൂഷയുടെ കാലഘട്ടം തീരുമ്പോൾ അവർ ഈ ലോകത്തിൽ നിന്ന് നിത്യതയിലേക്ക് കടന്നു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ മദറിനെ സംബന്ധിച്ചും വളരെ പ്രത്യാശയോട് ഏറിയ നിശ്ചയത്തോട് എങ്ങോട്ട് പോകുന്നു എന്നതായ ഉറപ്പോടുകൂടെയാണ് ഈ ലോകം വിട്ട് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടത്. ഇത് ശുശ്രൂഷകരുടെ ഒരു അവസാനമാണോ? ഈ ലോകത്തിൽ ഈ ഭൗമികമായ ശരീരം മറവ് ചെയ്യപ്പെടുന്നു. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ കർത്താവായ യേശുവിൻ്റെ മടങ്ങിവരവിൽ സംഭവിക്കുന്നത് ദൈവത്തിന് സ്തോത്രം, ആദ്യഫലമായി ക്രിസ്തു മുമ്പേ ഉയർത്തെഴുന്നേറ്റു. പിന്നെ ക്രിസ്തുവിനുള്ളവർ കർത്താവായ യേശുവിൻ്റെ വരവിങ്കൽ അവർ ഉയർപ്പിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഉണരുമ്പോൾ എന്നതായ വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് മരണമല്ല, ഒരു നിദ്രയാണ്, ഉറക്കത്തിലായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് യെശയ്യാപ്രവചനത്തിൽ നാം വായിക്കുമ്പോൾ 57-ാം അധ്യായത്തിൽ അവിടെ ഒരു വിശ്രാമത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരും താൻ താൻ്റെ കിടക്കയിൽ അവരെന്ത് ചെയ്തു? വിശ്രമിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വിശ്രമിക്കുന്നതായ വ്യക്തികൾക്ക് ആ വിശ്രാമം കഴിയുമ്പോൾ അല്ലെങ്കിൽ ദൈവം ഉണർത്തുമ്പോൾ അവർ തീർച്ചയായിട്ടും ഉണരും. മനുഷ്യനെ കൊണ്ട് ഉണർത്തുവാൻ സാധ്യമല്ല. യേശുവിൻ്റെ മടങ്ങിവരവിൽ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, അവർക്ക് ക്രിസ്തുവിൻ്റെ വരവിനെ സംബന്ധിച്ച് ഒരുപാട് പ്രത്യാശയുള്ള സഭയായിരുന്നു. 5 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ഓരോ അധ്യായത്തിൻ്റെയും അവസാനത്തിലും പ്രാരംഭത്തിലും യേശുവിൻ്റെ മടങ്ങിവരവിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി വിശുദ്ധ പൗലോസ് പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു അറിവില്ലായ്മ ഉണ്ടായിരുന്നു. എന്താണെന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. നിദ്ര കൊള്ളുന്നവരെ സംബന്ധിച്ച് അറിവില്ലാതിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഈ അറിവ് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പകരുമ്പോൾ അല്ലെങ്കിൽ ആ വെളിപ്പാട് അവർക്ക് ലഭിക്കുമ്പോൾ മരണാനന്തരം മരിച്ചു കഴിയുമ്പോൾ അവർ എങ്ങോട്ട് പോകുന്നു, എന്ത് സംഭവിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു വെളിപ്പാടുണ്ടാകും. ഭക്തന്മാർക്ക് മരണത്തെ ഭയമില്ലാത്തതിൻ്റെ കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് അറിയാം ഈ ലോകം ഒരു താൽക്കാലികമാണ്. ദൈവം അവർക്കായി ഒരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. യേശു മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. യേശു മടങ്ങി വരുമെന്ന പ്രത്യാശ അവർക്ക് നൽകിയിട്ടാണ് യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയത്. ദൂതന്മാർ അത് വിളിച്ചു പറഞ്ഞു.
ഇന്ന് അത് വിളിച്ചു പറയുവാൻ ശുശ്രൂഷകരെ കർത്താവ് ചുമതലപ്പെടുത്തിയത് കൊണ്ട് ഈ ശുശ്രൂഷക്കാർ കർത്താവായ യേശു മടങ്ങി വരുമെന്നും മാനസാന്തരപ്പെടണം എന്നും ഈ ശുശ്രൂഷയെ അത് വളരെ വ്യക്തമായിട്ട് ക്രിസ്തു അവർക്ക് നൽകിയതായി ശുശ്രൂഷ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ശുശ്രൂഷ കൊണ്ട് ലോകത്തിൽ ഒരു നേട്ടമോ ലോകത്തിൽ ഒരു സ്ഥാനമാനങ്ങളോ ഉയർച്ചയോ ഇതൊന്നുമല്ല ഒരു ശുശ്രൂഷകർ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് മദറിനെ സംബന്ധിച്ച് അത് നമുക്ക് നന്നായിട്ട് അറിയാം. അനേക സാക്ഷ്യങ്ങൾ നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ തന്നെ ഏൽപ്പിച്ചതായ ആ പ്രവൃത്തി താൻ തികയ്ക്കുവാനിടയായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തു അത് വളരെ വ്യക്തമായി പറയുകയുണ്ടായി, പിതാവേ, നീ എനിക്ക് തന്നതായി പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. ഒരു ശുശ്രൂഷയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ശുശ്രൂഷകരെ സംബന്ധിച്ച് അവർക്ക് ദൈവം അവരെ ഏൽപ്പിച്ച പ്രവൃത്തി തികയ്ക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. പിന്നീട് ഈ ഭൂമിയിൽ അവർക്ക് ജീവിക്കുവാനുള്ളതായ അവസരമല്ല, പിന്നീട് പിതാവിന്റെ മുഖത്തെ എന്നേക്കുമായി കാണേണ്ടതിന് അവർ നിത്യതയിലേക്ക് കടന്നു പോകുകയാണ്. അവരെ ദൈവം തന്റെ സന്നിധിയിലേക്ക് ചേർക്കുന്ന ദൈവത്തിന് സ്തോത്രം. തന്റെ ദാസന്മാർ അവന്റെ മുഖം കാണും. ഏറിയ നിശ്ചയമുണ്ട്. ഞാൻ ഈ വാക്യം ഓർത്തപ്പോൾ ദൈവത്തിന് സ്തോത്രം, അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം കൂടെ ഓർമ്മിപ്പിച്ചിട്ട് എന്റെ വാക്കുകൾ ചുരുക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആകാർ ഓടിച്ചെന്നപ്പോൾ ദൂതൻ തന്നെ കണ്ടിട്ട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? ദാസി എന്ന വാക്ക് അവിടെ പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ദാസന്മാർ, ദാസി എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ശുശ്രൂഷകരെ അങ്ങനെ വിളിക്കാറുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ദാസിയെ സംബന്ധിച്ച് തനിക്ക് ഒരിക്കലും എവിടെ നിന്ന് വരുന്നു എന്ന് തനിക്ക് അറിയാം, എങ്ങോട്ട് പോകുന്നു എന്ന ലക്ഷ്യമില്ലാതെയാണ് താൻ യാത്ര തിരിച്ചത്. എന്നാൽ ഒരു ശുശ്രൂഷകരെ സംബന്ധിച്ച്, ദൈവത്തിന്റെ ദാസന്മാരെ സംബന്ധിച്ച് അവർക്ക് ഏറിയ നിശ്ചയം ദൈവം തന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ നിശ്ചയത്തോടുകൂടെ വിശുദ്ധ പൗലോസ് അത് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നപ്പോൾ 9-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഞാൻ നിശ്ചയമില്ലാത്തവനായിട്ടല്ല എൻ്റെ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കാരാഗ്രഹത്തിലും പ്രതികൂലങ്ങളിലും ഒക്കെ കടന്നു പോകുമ്പോൾ നാം അല്ലെ ശുശ്രൂഷയിൽ നാം ശ്രമിച്ചുവല്ലോ, ഒരു വൃക്ഷത്തെ സംബന്ധിച്ച് അത് ഏതെല്ലാം കൊടുങ്കാറ്റുകൾ അത് ആഞ്ഞടിക്കുമ്പോൾ അതിനകത്ത് പുതിയ പുതിയ ഡിസൈനുകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെ കർത്താവിന്റെ ശുശ്രൂഷയുടെ മുഖത്ത് കൊടുങ്കാറ്റും തിരമാലയും പ്രതികൂലങ്ങളും ഒക്കെ ആഞ്ഞടിച്ചപ്പോൾ ഈ പ്രിയ മദറിൽ ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ രൂപം തന്നിൽ അത് പതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകമായി അല്ലെങ്കിൽ ഒരു രൂപാന്തരം ഉണ്ടായിക്കൊണ്ടിരുന്നു. ആ രൂപാന്തരം പ്രാപിച്ച് ക്രിസ്തുവിന്റെ സമ്പൂർണ്ണത പ്രാപിച്ചതായ തനിക്ക് നിത്യതയിൽ ദൈവത്തിന്റെ മുഖം കാണുമെന്ന പ്രത്യാശയോടുകൂടെ എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ശരീരത്തെ മണ്ണോട് ചേർക്കുന്നു. ശബ്ദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ള ആ വലിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ ആയിരിക്കുന്നു. അതേ ജീവനോട് ശേഷിക്കുന്നവരായി ഞങ്ങൾ രൂപാന്തര ശരീരം പ്രാപിക്കുമെന്ന് ഞങ്ങളും ആശയോടെ കാത്തിരിക്കുന്നു.